മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ടി ഫാമിലി. ഷെമി എന്ന ഭാര്യയും ഷെഫി എന്ന ഭർത്താവിനെയും അവരുടെ കുഞ്ഞിനെയും എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ നവംബറിൽ ഷെമി വീണ്ടും ഗർഭിണിയാണെന്ന സന്തോഷവാർത്തയുമായി ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. പ്രായത്തെ മറികടന്നുകൊണ്ടുള്ള വിവാഹമായിരുന്നു ഇവരുടേത്. രണ്ടുപേരുടെയും സന്തോഷം എല്ലാവരും കണ്ടുവെങ്കിലും തൻ്റെ ഈ പ്രായത്തിൽ ഒരു കുഞ്ഞെന്ന തീരുമാനത്തിൽ ഷെമി അല്പം വിഷമിച്ചിരുന്നു. ഷെമി പേടിച്ചത് സംഭവിച്ചിരിക്കുന്നു. മകൾ ആയിഷയ്ക്ക് കൂട്ടായി ഒരാൾ കൂടി വരുമെന്ന് കരുതിയെങ്കിലും അവർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. പിറന്നത് പെൺകുഞ്ഞാണെന്നും ജനിച്ച ഉടൻ കുട്ടി മരിച്ചുവെന്നും ടി ഫാമിലി അവരുടെ പേജിലൂടെ അറിയിച്ചു. വിവാഹമോചനം കഴിഞ്ഞ് 2 പെൺമക്കളുമായി ജീവിച്ചിരുന്ന ഷെമിയെ ഷെഫി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയായിരുന്നു. ഈ കുടുംബം വൈറലായി മാറിയെങ്കിലും ഷെമിയും ഷെഫിയും സോഷ്യൽ മീഡിയയിൽ കല്ലെറിയലിന് വിധേയരായവരായിരുന്നു. അതിന് രണ്ടുപേരും ചേർന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. ഷെഫിയേക്കാൾ ഷെമിക്ക് പ്രായക്കൂടുതൽ ഉണ്ടെന്നതായിരുന്നു പ്രധാന ആരോപണം. വിവാഹമോചിതയായ സ്ത്രീ 14 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ശേഷം ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയെങ്കിലും അത് സോഷ്യൽ മീഡിയയ്ക്ക് ദഹിച്ചില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്ന കാര്യം ഇരുവരും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഷെമി കൂടെ പോകുമ്പോൾ അമ്മയാണോ എന്ന് പോലും പലരും കളിയാക്കിയ വിവരം ഷെഫി മറച്ചുവെച്ചില്ല. അമ്മയല്ല തൻ്റെ ഭാര്യയാണെന്ന് ഷെമിയെ ചേർത്ത് നിർത്തി ഷെഫി അഭിമാനത്തോടെ പറഞ്ഞു. തനിക്ക് ആദ്യത്തെ 3 കുഞ്ഞുങ്ങളും പെൺമക്കളായതിനാൽ മൂന്നാമത്തെ കുഞ്ഞും പെൺകുട്ടിയായിരിക്കുമെന്ന് ഷെഫി പ്രതീക്ഷിച്ചിരുന്നു. ആഗ്രഹിച്ചതുപോലെ പെൺകുഞ്ഞു വന്നെങ്കിലും ദുഃഖം പിന്നാലെ എത്തുകയായിരുന്നു. കുഞ്ഞിനെ നഷ്ടമായ വിവരം പോസ്റ്റ് ചെയ്ത ഷെഫി എല്ലാവരും ദുആ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. ദുഃഖകരമായ ഈ വേളയിൽ സുമനസുകളുടെ ഫോളോവേഴ്സും ദമ്പതികളുടെ ഒപ്പം ചേരുന്നു. ഈ ദുഃഖം താങ്ങാൻ അള്ളാഹു ശക്തി പകരട്ടെ എന്നും തളർന്നു പോകരുതെന്നും മറ്റ് പലരും കമന്റ് ചെയ്യുന്നുണ്ട്.